ഹലോ ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഞാനും സുഖമായിട്ടിരിക്കുന്നു. അപ്പം ഇന്ന് കൊഴുവ കൊണ്ടൊരു തോരൻ നമുക്ക് ഉണ്ടാക്കാം. കൊഴുവ കൊണ്ട് തോരൻ എന്ന് പറയുമ്പം മറ്റേ പറ്റിക്കുന്നൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഇത് തോരനാണ്. അപ്പം നമുക്ക് ആ തോരൻ എന്താണെന്ന് നോക്കാം. ഇത് ആ കൊഴുവ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇത്ര ഉള്ളു വലിപ്പം നോക്കിയാൽ ഇത്ര ഉള്ളൂ. ഇത് നന്നാക്കുന്നത് മാത്രമാണ് ഒരു പാട്, നന്നാക്കുന്നതും അല്ല പാട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിനെ മുള്ളു മാറ്റണം. അത് ഈ തല കളഞ്ഞിട്ട് ഇങ്ങനെ രണ്ട് സൈഡ് കൂടെ ആക്കി കൊടുത്തു കഴിഞ്ഞാൽ നടുക്ക് മുള്ളു നമുക്ക് ഇങ്ങനെ എടുത്ത് കളയാൻ പറ്റും. അങ്ങനെ ഫുൾ ഞാൻ ഇത് മൊത്തം എടുക്കുന്നില്ല, കുറച്ച് എടുക്കുന്നുള്ളൂ തോരന് വേണ്ടിയിട്ട്. അപ്പം ഞാൻ ഇത് റെഡി ആക്കിയിട്ട് വരാം. അപ്പം അതേണ്ട നമ്മുടെ കൊഴുവ റെഡിയാക്കി കണ്ടോ. ഞാൻ ഇങ്ങനെ ഇതിനകത്തെ മുള്ളു കളഞ്ഞ് ഇത് ഇങ്ങനെ അകത്തി എടുത്തുണ്ട്. ഇങ്ങനെ ഇരിക്കണം. ഇത് നമ്മുടെ കൊഴുവെന്ന് പറയും, ചൂടെന്ന് പറയും, നെത്തോന്ന് പറയും, കുറേ പേരുകളുണ്ട്. ഞങ്ങളുടെ ആലപ്പുഴ കൊഴുവ എന്ന് പറയുന്നത്. ഇപ്പം ഈ മീൻ എല്ലായിടത്തും ഇഷ്ടം പോലെ ഉണ്ടല്ലോ. ഇത് ചെമ്മീനെ, മത്തിയൊക്കെ. നിങ്ങളിത് ഉറപ്പായിട്ട് ഇത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണ്. ഇപ്പോഴും നമ്മൾ മറ്റേ പറ്റിക്കുകയും വറക്കുകയൊക്കെ അല്ലേ ചെയ്യുന്നത്. ഇങ്ങനെയും കൂടെ നോക്കണം. ഇനി തേങ്ങ, ഇത്തരം തേങ്ങ ഞാൻ എടുത്തിട്ടുണ്ട്. തേങ്ങ കൂടിയാലും ടേസ്റ്റാണ്. എന്നാലും ഞാനിപ്പോൾ ഇത്ര എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് വേപ്പിൻ്റെ ഇല, പിന്നെ ഒരു ചെറിയ സവോള, പച്ചമുളക്. എന്നിട്ട് ഇതെല്ലാം കൂടെ ഒരുമിച്ച് ഇടുന്നത് കേട്ടോ. സെപ്പറേറ്റ് ഒന്നുമല്ല. പൊടി എന്ന് പറയാൻ വേണ്ടിയിട്ട് വേണ്ടേ ആദ്യം കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ ഇച്ചിരി മുളക് പൊടി ഇരുന്നോട്ടെ. കാരണം ഇത് മറ്റേ ക്യാബേജോ ബീറ്റ്റൂട്ടോ ഒന്നും അല്ലല്ലോ. ഇത് മീനായതുകൊണ്ട് കുറച്ച് എരിവ് വേണമല്ലോ. അപ്പോൾ നമുക്ക് മുളക് പൊടി ഇച്ചിരി ഇട്ട് കൊടുക്കാം. ഇവിടെ എരിവ് എല്ലാവർക്കും ഇഷ്ടമാണ്. പിന്നെ കുറച്ചുപ്പ്. ഇത് പറയുവാണെങ്കിൽ കറക്റ്റ് നമ്മുടെ മത്തിയുടെ പനിഞ്ഞിനൊക്കെ നമ്മൾ തോര വെച്ചെങ്ങനെ ഇരിക്കും അതേ ടേസ്റ്റാണ്. ഇത് നന്നാക്കുന്ന ഒരു ശകലം പാടാണ് ഇങ്ങനെ രണ്ടാക്കിയിട്ട്. പക്ഷേ ഇത് ടേസ്റ്റ് ഓർക്കുമ്പോൾ നമ്മൾ എത്ര മെനക്കെട്ടിട്ടാണെങ്കിലും നമ്മൾ ചെയ്യും. ഞാൻ ചട്ടിയിലാണ് ഉണ്ടാക്കുന്നത്. ചൂടായി നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. മീനല്ലേ, ചട്ടിയിൽ ഉണ്ടാക്കുമ്പോൾ അത് വേറൊരു ടേസ്റ്റാണ്. ഇപ്പുറത്തെ സൈഡിൽ കുറച്ച് വറക്കാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ എണ്ണ ചൂടാവട്ടെ. അപ്പോൾ നമ്മുടെ കടുക് പൊട്ടി. ഇനി നമുക്കിതെല്ലാം ഇട്ട് കൊടുക്കാം. ഞാൻ എല്ലാം ഒരുമിച്ചായിട്ട് കൊടുക്കുന്നേ. ആദ്യം സവോള ഇട്ട് കൊടുക്കാം. അപ്പോൾ അതെ നമുക്ക് കുറേശ്ശായിട്ട് ഇട്ട് കൊടുക്കാം. ഇനി തീ കുറച്ച് വെച്ച് നമുക്ക് അടച്ച് വേവിച്ച് കഴിക്കാം. അപ്പോൾ ഇതെല്ലാം മിക്സ് ചെയ്തിട്ട് വരാം. അപ്പോൾ നമ്മുടെ കൊഴുവ തോര റെഡി ആയിട്ടുണ്ട്. കണ്ടോ, കറക്റ്റ് പനിഞ്ഞിയും പോലെ ഇരിക്കും തോരൻ വെച്ച് കഴിഞ്ഞാൽ. പെട്ടെന്ന് വേഗവും ചെയ്യും. വെള്ളമൊന്നും ഒഴിക്കേണ്ട, ആവി തന്നെ വെന്തോളും. നല്ല ടേസ്റ്റുമാണ്. കണ്ടോ, ഇതിപ്പോൾ എരിവ് ആവശ്യത്തിനുണ്ട്, എല്ലാ ആവശ്യത്തിനുണ്ട്. നല്ല ടേസ്റ്റാണ്. ഞാൻ ഇത്ര മുളക് പൊടി ഇട്ടതുകൊണ്ട് എരിവൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. അപ്പം നിങ്ങളിത് ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. ഈ കൊഴുവത്തോരന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നല്ല സൂപ്പർ ടേസ്റ്റാണ്. ഇത് വെറുതെ ഞാൻ ടേസ്റ്റാന്ന് പറയുന്നില്ല, നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിരിക്കണം. കറക്റ്റ് നമ്മുടെ മത്തിയിലെ പനിഞ്ഞിൻ്റെ ടേസ്റ്റാണ്. ഞാൻ വെറുതെ പറയുന്നതല്ല. ഞങ്ങൾക്ക് എല്ലാവർക്കും അങ്ങനെ തോന്നിയിട്ടുണ്ട്. അങ്ങനെ തോന്നിയില്ലെങ്കിൽ ഇത് നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പം എളുപ്പവുമാണ്. അത് പൊളിക്കുന്നൊരു ഇത് മാത്രമേ ഉള്ളൂ. ബാക്കിയൊക്കെ സാധാരണ നമ്മൾ തോരൻ വെക്കുന്ന പോലെ തന്നെ ഉള്ളൂ. പെട്ടെന്ന് വെന്ത് കിട്ടുകയും ചെയ്യും. അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഞാൻ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, ബൈ.